ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന മുട്ടദോശയുടെ റെസിപ്പിയാണ്. അതേ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെയാണ് മുട്ടദോശ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇറ്റ്സ് മീ റൈഹാന ജാഫർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ദോശമാവ്, ഏത് ദോശമാവായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ നീർദോശക്ക് ഉണ്ടാക്കുന്ന ദോശമാവാണെങ്കിലും അതല്ല നമ്മുടെ സാധാരണ ഉഴുന്നൊക്കെ ഇട്ടിട്ട് അരച്ച് ഉണ്ടാക്കുന്ന നമ്മുടെ ദോശമാവാണെങ്കിലും കുഴപ്പമില്ല. ദോശമാവ് എടുത്തിട്ട് നമ്മൾ സാധാരണ ദോശ ഒഴിച്ച് കൊടുക്കുന്ന പോലെ തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് എണ്ണ ചട്ടിയിലൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ദോശമാവിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കാം. സാധാരണ ദോശ നിങ്ങൾ എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് അതുപോലെ പരത്തി കൊടുക്കാം. ഇനി ഇതൊരു അര സെക്കൻഡ് നമ്മളൊന്ന് മൂടി വെക്കുക. എന്നിട്ട് ഈ മൂടി എടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലേക്ക് നമ്മൾ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ദോശയുടെ വലിയ ദോശയായിട്ട് ദോശക്കല്ലിലൊക്കെ വലിയ ദോശയായിട്ട് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെറിയ ദോശ ആയതുകൊണ്ട് ഒരു മുട്ടയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുട്ട പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും മുട്ട ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഈ ദോശയുടെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഞാൻ ചെറിയതായിട്ട് നമ്മൾ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഏറ്റവും ചെറുതായിട്ട് നമ്മൾ കൊത്തി അരിയാന്ന് പറയില്ല അതുപോലെ. അപ്പോൾ സവാള എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിന് ശേഷം ഞാൻ മല്ലിയില ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുരുമുളക് പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടെ വിതറി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ്, ഒരു നുള്ളു ഉപ്പും നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ. ഉപ്പ് മുട്ട പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഈ ഒരു സവാള, മല്ലിച്ചപ്പ്, കുരുമുളക് ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഉപ്പും കൂടെ ഇതുപോലെ ഒന്ന് ഒരു നുള്ള ഉപ്പ് മതി ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ. നമ്മൾ ദോശമാവിൽ ഉപ്പുള്ളതാണ്. എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കാം. ഇനി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു അര മിനിറ്റ് എന്നിട്ട് മൂടി എടുത്ത് നോക്കുക. അപ്പം ഒരു ഭാഗം നന്നായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിട്ടിട്ട് അപ്പുറം കൂടെ നമ്മൾ നല്ല പോലെ ഒന്ന് മുരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ടദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഇതുപോലൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു മുട്ടദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോസ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാറ് റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.